എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ മണാളനേ, വ്യർത്ഥമല്ല അതു നിശ്ചയം. വേഗം കാണും എൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 12 വാക്യം. ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ദാവീദ് തൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ശത്രുക്കൾ തൻ്റെ ചുറ്റും കൂട്ടം കൂടിയപ്പോഴും അവൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ കൈവിടാതെ നടത്തി. ഈ പശ്ചാത്തലത്തിലാണ് ദാവീദ് പറയുന്നത്, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാം കടന്നു വന്ന വഴികൾ എത്ര അപകടങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. എത്ര പ്രാവശ്യം നാം വീഴുമെന്ന് തോന്നിയപ്പോഴും ദൈവം നമ്മെ താങ്ങി. അതുകൊണ്ട് ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് നന്ദി കരേറ്റാം. പ്രതിസന്ധികളിൽ ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ നാം മറക്കരുത്. പ്രതിസന്ധിയിൽ ദൈവത്തെ അന്വേഷിച്ച നാം അനുഗ്രഹം ലഭിച്ച ശേഷവും ദൈവത്തെ അന്വേഷിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നാം ചെയ്ത തീരുമാനങ്ങളും ഓർക്കണം. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ദൈവത്തിന് ഒന്നും കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധ്യമാണ്. ദാവീദ് ഈ വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുമെന്നാണ്. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുന്ന ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പുറപ്പെടും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോഴും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതം തന്നെ ഒരു സ്തോത്രയാഗമായി തീരണം. ദൈവം നമുക്ക് ശ്വാസം നൽകി, ജീവിതം നൽകി, നമ്മെ സംരക്ഷിച്ചു, ഇതുവരെയും നമ്മെ നടത്തി. അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു സ്തോത്രയാഗമായി തീരട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മെ ഇതുവരെ നടത്തിയ ദൈവത്തെ മറക്കരുത്. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ തുടർന്ന് നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിത പ്രതിസന്ധിയിൽ എന്നെ കൈപിടിച്ചു നടത്തിയ നിനക്ക് എൻ്റെ ജീവിതം തന്നെ യാഗമായി നൽകുവാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.